നമ്മുടെ കല നമ്മുടെ ജീവിതമായിട്ട് ഇങ്ങനെ ഇഴുകിച്ചേർന്ന് നിൽക്കുന്നത് എല്ലാ വിഭാഗത്തിലെ ആളുകൾ വളരെ എന്താ പറയുക വളരെ ക്രൂരന്മാരായ ആളുകൾ പോലും കലാകാരന്മാരുടെ മുമ്പിൽ നമിക്കുകയാണ്. അപ്പോൾ കല എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരെയും പാട്ട് കേൾക്കാത്തവരാരാ ഉള്ളത്? യേശുദാസിൻ്റെ പാട്ട് കേൾക്കാത്തവരാ? ഭഗവാൻ പോലും ഉറങ്ങുന്നത് ഹരിവരാസനം പാടിയിട്ടാണ്, കേട്ടിട്ടാണ്. അപ്പോൾ പാട്ട്, സംഗീതം, കല, ഡാൻസ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് എല്ലാ ആളുകളും, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അതിൻ്റെ ഭാഗവാക്കാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതൊരു ഉത്സവമാണ്. അത് രാഷ്ട്രീയത്തിനപ്പുറത്ത് ആയിരക്കണക്കിന് ആളുകൾ, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഏതാണ്ട് 2-3 ലക്ഷം ആളുകൾ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കും. അപ്പോൾ ഗ്രാമങ്ങളിൽ ഉത്സവമാണ്. അപ്പോൾ ഗ്രാമങ്ങളിൽ ചെറിയ ചെറിയ സൗന്ദര്യപ്പണക്കൊക്കെ ഉണ്ടെങ്കിലും അതൊരു ഉത്സവമാണ്. അപ്പോൾ അതിന് ശേഷം നടക്കുന്ന ഈ കലോത്സവത്തെ സംബന്ധിച്ച് അതിനകത്ത് എല്ലാ ആളുകളും വളരെ ഹാപ്പിയാണ്. ഒരു കലയില്ലാത്തവരാരുമില്ല. എനിക്ക് കലയാണ്. എല്ലാ കല മനസ്സിലില്ലാത്ത ആരും തന്നില്ല. പണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായിരുന്ന ലാൽകൃഷ്ണ അഡ്വാനിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മിക്കവാറും എല്ലാ സിനിമയും അദ്ദേഹം CD കാണുമെന്ന്. അപ്പോൾ സിനിമ കാണാത്ത ആളുകളില്ല, കല കാണാത്ത ആളുകളില്ല, ഡാൻസ് ഇല്ല, അവരൊക്കെ മിക്സഡാണ്. അവരൊക്കെ രാഷ്ട്രീയത്തിൽ പ്രതിബദ്ധതയുള്ള ആളുകൾ, സാമൂഹിക പ്രതിബദ്ധത. അടൽജിയുടെ മനോഹരമായിട്ടുള്ള കവിതകൾ എത്ര നാൾ നമ്മുടെ പാർലമെന്റിൽ എന്റെ കണ്ണുകൾ അടഞ്ഞില്ല, എന്തുകൊണ്ടാണ് തുറന്നില്ല എന്നൊക്കെ ഭയങ്കര സുന്ദരമായ വരികളല്ലേ. പാർലമെന്റ് നമ്മൾ ഇവിടെ മരിച്ചു മണ്ണടിഞ്ഞാലും നമ്മുടെ ചിതാഭസ്മം ഗംഗയിൽ വന്ന് പതിക്കുമെന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള വരികൾ. അത് നമ്മുടെ പാർലമെന്റും പലപ്പോഴും വളരെ പ്രഗത്ഭരായ വാഗ്മി ശശി തരൂര് നല്ല വാഗ്മിയല്ലേ. അപ്പോൾ ഭയങ്കര വലിയ വാഗ്മികൾ, ചിന്തകന്മാർ, കലാകാരന്മാർ, സാഹിത്യകാരന്മാർ അവരെല്ലാം രാഷ്ട്രീയത്തിലുണ്ട്. എല്ലാത്തിലും ഇങ്ങനെ മിക്സ് ചെയ്ത്